നമസ്കാരം. കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്രാക്കളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. ഞാൻ നവീൻ പരങ്കാവ്. ഞാനിപ്പോൾ നമ്മുടെ തലശ്ശേരിയുള്ള ഗ്രീൻ സൈപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ രണ്ട് കൂട്ടുകാർ, രണ്ടാൾക്കും ഒരു പ്രത്യേകത ഉണ്ട്. രണ്ടാരും തൊപ്പി വെച്ചിട്ടുണ്ട്. വെച്ചോ 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 നല്ല ഭംഗിയുണ്ട്, വെച്ചോളൂ. ഓക്കെ, തൊപ്പി വെച്ചിട്ടുണ്ട്. ഞാൻ മാത്രം തൊപ്പി ഇട്ടിട്ടില്ല. പിന്നെ ഇതിൽ ഒരാളുടെ കയ്യിൽ വാച്ച് ഉണ്ട്, മറ്റയാളുടെ കയ്യിൽ വാച്ച് ഇല്ല. പിന്നെ ഒരാളുടെ കയ്യിൽ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, മറ്റയാളുടെ കയ്യിൽ ബിസ്ക്കറ്റ് ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എൻ്റെ കയ്യിൽ ബിസ്ക്കറ്റും ഇല്ല, തൊപ്പിയും ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്രാക്കുള്ളി ആരംഭിക്കുകയാണ്. ഇമേജ് മൊബൈലിനും ലാപ്ടോപ്പിനും കമ്പ്യൂട്ടറിനൊക്കെ ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ഷോറൂമാണ് കണ്ണൂരുള്ളത്. വിലക്കുറവിലും ഗുണമേന്മയിലും സെലക്ഷനിലും അതുപോലെ തന്നെ സർവീസിലും ഒക്കെ നമ്പർ 1 ആണ് ഇമേജ്, മറക്കണ്ട. അപ്പോൾ നമ്മുടെ രണ്ട് കൂട്ടുകാരെ പരിചയപ്പെടാം. മോൻ്റെ പേര് ഹമീം. ഹമീം. എത്ര ക്ലാസ് പഠിക്കുന്നത്? 10ാം ക്ലാസ്. ഉമ്മാമയും ഉമ്മയുണ്ട്. ഉമ്മാമയും അടുത്ത് ഉമ്മാമയും കൊടുത്ത് ഇങ്ങോട്ട് വന്നേ. അതിശേരി, ഉമ്മാമയൊക്കെ ഉണ്ട്. എന്താ ഉമ്മയുടെ പേരെന്താ? ഷാഹിദ. ഓക്കെ. സാധനമൊക്കെ വാങ്ങിച്ചോ? ഇല്ല, വാങ്ങിക്കില്ല. അവളൊന്നിങ്ങനെ വന്ന് നോക്കിയതാ, വന്നിട്ടേ ഉള്ളൂ. നിങ്ങൾ 3 പേരെ വന്നേ? എല്ലാം എൻ്റെ മക്കളുണ്ട്, ഇവൻ്റെ ഉമ്മയുണ്ട്. ഉമ്മയുണ്ട്. ഉമ്മയുടെ പേരെന്താ? ഷർഫിന. ഷർഫിനുമ്മ. സഹോദരി ഒന്നിങ്ങോട്ട് വരൂ. പിടിച്ചിട്ട് വന്നേ. അപ്പം മക്കൾ രണ്ടുപേരും ഞാൻ നോക്കുമ്പം ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഏത് ബിസ്ക്കറ്റ് വാങ്ങേണ്ടതെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. കുഴപ്പമില്ല. അപ്പം ബിസ്ക്കറ്റ് എടുത്തോ? ഏതാണ്? അതേതാ? പൊട്ടാറ്റോ ബിസ്ക്കറ്റ് ആണ്. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് കഴിക്കുമല്ല, അനിയന് കൊടുക്കുമോ? അപ്പൊ ഉമ്മാവും കൊടുക്കൂല? അപ്പൊ ഉമ്മ കൊടുക്കൂലേ? അപ്പൊ എല്ലാവരും കൊടുക്കണം അല്ലേ? നമ്മളെല്ലാവരും കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പം ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാം. ഉത്തരം പറഞ്ഞാൽ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. 2 സമ്മാനം. ഉത്തരം പറഞ്ഞാൽ മലയാളത്തിലെ ഒരക്ഷരം 10 തവണ പറഞ്ഞാൽ ഒരു ഭക്ഷണ സാധനത്തിൻ്റെ പേരായി. എങ്കിൽ ഏതാണ് ഭക്ഷണ സാധനം? 10 തവണ. മലയാളത്തിൽ ഒറ്റൊരക്ഷരം 10 തവണ പറഞ്ഞാൽ മതി. ഒരക്ഷരം 10 തവണ. 10 തവണ പറഞ്ഞാൽ ഒരു ഭക്ഷണ സാധനത്തിൻ്റെ പേരായി. പത്തിരിപ്പൊടി. 10 അല്ല, ഭക്ഷണം ഉണ്ടാക്കുന്ന സാധനല്ലേ? അതല്ല. ശരി, പറ. ബിസ്ക്കറ്റ്. അതിപ്പോ കഴിക്കാൻ പോകുന്നല്ലേ? കിട്ടിയോ? ഇല്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ. കൊടുകൈ. ഇതാ ഉമ്മ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ. നമ്മൾ ഗ്രീൻസിൽ വന്നിട്ട് നമ്മളിവിടെ വരുന്ന കസ്റ്റമേഴ്സോട് മാത്രമേ ചോദ്യം ചോദിക്കാറ്. ഇവിടെയുള്ള ജോലി ചെയ്യുന്ന സഹോദരിമാരോടും നമ്മൾ ചോദിക്കാറില്ല. പക്ഷേ ഇത്തവണ നമ്മൾ അങ്ങനെ ഒരു ചെറിയൊരു അവസരം കൊടുക്കുകയാണ്. ഒരു സഹോദരിയുടെ പേര് സാന്ദ്ര. സാന്ദ്രയുടെ സ്ഥലം തലശ്ശേരിയിൽ എവിടെ? സെയ്താർ പള്ളി. പള്ളിയുടെ പള്ളി നിങ്ങളുടെ വീട്ടിൻ്റെ ഏത് സൈഡിലാണ്? അതെ, ഇപ്പുറത്തെ വശത്ത് നമ്മൾ നിങ്ങളുടെ വലതുവശത്ത്, ഇടത്തുവശത്താണ് വലത്തുവശത്താണ്? നിങ്ങളുടെ വീടിൻ്റെ ഇടത്തുവശത്താണ് പള്ളി എങ്കിൽ കുഴപ്പം, നടന്നോട്ട് കുഴപ്പമില്ല. നിങ്ങളുടെ വീടിൻ്റെ ഇടത്തുവശത്താണ് പള്ളി എങ്കിൽ പള്ളിയുടെ ഏത് വശത്താണ് നിങ്ങളുടെ വീട്? ഉറപ്പാണോ? ഇവരുടെ ഇടത്തുവശത്താണ് പള്ളി. അപ്പോൾ പള്ളിയുടെ ഏത് വശത്താണ് ഇവരുടെ വീട് എന്നാണ്. അപ്പം വലതുവശത്താണ്. ഉറപ്പല്ലേ? ഇതിന് ഞാൻ മാത്രമല്ല, ഇതൊരു ജഡ്ജ് പാനലുണ്ട്. ഇതാ ഇവിടുന്ന് നമ്മൾ സൗകര്യം പറയാണ് അതന്നെ, അത് ഇടത്തോട്ടുണ്ടാവുക വലത്തോട്ടുണ്ടാവുക അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ. ഇവിടെ ഇപ്പോൾ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? 1 മാസം. അതിന് മുന്നേ എന്തായിരുന്നു? പഠിക്കായിരുന്നു. ലാസ്റ്റ് പഠനം എവിടം വരെ? ഡിപ്ലോമ കഴിഞ്ഞാ? അടിപൊളി. വേറെ ജോലി നോക്കണ്ടല്ലേ? നല്ല കാര്യം. നല്ല ജോലി കിട്ടട്ടെ അല്ലേ? നന്നായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് അതിനോട് സമയം കിട്ടണം. ഇവർ 2 ആളുണ്ട് കേട്ടോ. ഒരാടെ നോട്ടെ, അത് പ്രശ്നമില്ല. പേര് ഇത്രയല്ലുള്ള അത് പറയുന്ന. ഇത്ര ഗിരിജ താമസിക്കുന്നത് എവിടെ? ധർമ്മടം ബീച്ചിന്റെ തുരുത്തിന്റെ അടുത്താണ്. പോലീസ് സ്റ്റേഷനില്ല? പോലീസ് സ്റ്റേഷൻ നിങ്ങളുടെ വീട്ടിൽ ഏത് സൈഡിലാണ്? ഇടതുവശം. അപ്പൊ പോലീസ് സ്റ്റേഷൻ ഏത് വശം നിങ്ങളുടെ വീട്? അപ്പൊ ചെറിയ ചോദ്യം ചോദിക്കുകയാണ്. ചെറിയ ചോദ്യം. അതായത് മലയാളത്തിലെ ഒരക്ഷരം 10 തവണ പറഞ്ഞാൽ ഒരു ഭക്ഷണ സാധനത്തിന് പേരായി. എങ്കിലേതാണ്? മലയാളത്തിലെ ഒരക്ഷരം 10 തവണ പറഞ്ഞാൽ ഒരു ഭക്ഷണ സാധനത്തിന് പേരായി. ഇവിടെ ചർച്ചയില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ പള്ളിയുടെ വലതുവശത്ത്, ഇവരുടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത വശത്ത്. ഓക്കെ, ഇപ്പോൾ ശരിയായിരുന്നു. ഓക്കെ.
അപ്പോഴത്തെ ഒരു ബിഗ് ഫാമിലി. അപ്പോൾ നമ്മൾ പിന്നെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നോക്കുമ്പം നമ്മുടെ ഷോറൂമിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരെ മാടി വിളിച്ച് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മുന്നിൽ 2 ക്യാമറയുണ്ട്. ഒന്ന് നമ്മുടെ ചാനലിൻ്റെ ക്യാമറയും പിന്നെ നമ്മുടെ ഇവിടെ ഫാമിലിയുടെ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ക്യാമറ എടുക്കുന്ന ചേട്ടൻ്റെ പേരെന്താ? മസ്റൂഖ് ഭായി. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മുടെ മൊബൈൽ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മോളുടെ പേര്? എത്ര ക്ലാസ് പഠിക്കുന്നത്? ഏതാ സ്കൂള്? ഓക്കെ, മോളുടെ പേര്? എത്ര ക്ലാസ്സിലാണ്? 2ാം ക്ലാസ്. ആ, ഭാവിയുടെ പേര്? ആ, നിങ്ങളുടെ പേര്? മുബീന. എവിടെ സ്ഥലം? എവിടെ താമസം? തലശ്ശേരി. തലശ്ശേരിയിൽ എവിടെ? സൈതാർവള്ളി. ഓക്കെ, പേര്? മസ്റൂറ. ഓക്കെ, ഇവിടെ പേര്? മഫീദ. ഓക്കെ. സെയ്താർ പള്ളിയുടെ, ഞാൻ നേരത്തെ സൗകര്യം, നിങ്ങളുടെ വീട് പള്ളിയുടെ ഏത് വശത്താണ്? പള്ളിയുടെ റൈറ്റ് സൈഡിൽ. അപ്പം പിന്നെ പള്ളിയുടെ റൈറ്റ് സൈഡിലാണ് നിങ്ങളുടെ വീട്. അപ്പം നിങ്ങളുടെ വീടിൻ്റെ ഏത് സൈഡിലാണ് പള്ളി? ഉറപ്പാണോ? പള്ളിയുടെ ഏത് സൈഡിലാണ് നിങ്ങളുടെ വീട്? പള്ളിയുടെ റൈറ്റ് സൈഡിൽ. പള്ളിയുടെ റൈറ്റ് സൈഡിലാണ് നിങ്ങളുടെ വീടെങ്കിൽ നിങ്ങളുടെ ഏത് സൈഡിലാണ് പള്ളി? സെയിം സൈഡിലാണ് വരിക? ലെഫ്റ്റ് ആണോ? റൈറ്റ് സൈഡ്. അതൊന്നും ആയിക്കോട്ടെ, കുഴപ്പമില്ല. പള്ളി ലെഫ്റ്റായാലും റൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ചെറിയ ചോദ്യം, നിങ്ങളിപ്പോൾ എല്ലാവരും കൂടെ എവിടെ പോയിട്ട് വരിക? വെറുതെ ഒന്ന് ഡേ ഔട്ടിന് വേണ്ടി ഇറങ്ങിയത്. ഒന്ന് ഔട്ടിൽ ഇറങ്ങി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. നിങ്ങൾ മൊത്തം എത്ര പേര് വന്ന്? നമ്മുടെ ഇതിന്റെ നിങ്ങൾ താമസിക്കുന്ന കത്ത് സെയ്താർപള്ളി? അല്ലല്ല, ഞാനിവിടെയാണ് പാർക്കിങ്ങിൽ. മൊത്തം എത്ര ആൾ വന്നു നിങ്ങൾ? നമ്മൾ 11 11 ഓക്കെ, 11 എല്ലാം കുടുംബാംഗങ്ങളാണ് അല്ലേ? ഓക്കെ, ഈ 11 പേര് അവരെ മുഖത്ത് നോക്കാതെ പെട്ടെന്ന് പറഞ്ഞേ. മസ്റൂഖ്, അർജാൻ, ഇസിലിയ, മമ്മൂട്ടി, കുഞ്ഞാൻ. മമ്മൂട്ടിയാ? മമ്മൂട്ടിയുണ്ട്? മമ്മൂട്ടി എവിടെ? മമ്മൂട്ടിക്ക് ഇവിടെ പുറത്തുണ്ട്. മമ്മൂട്ടിക്ക നമ്മളെ കാണുന്നത് പുറത്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒന്നൊരു പേര് പറഞ്ഞോ. മമ്മൂട്ടി, കുഞ്ഞാനു, ഹഫീദ, മുബീന, മിസിലിയ, മർജാനി, മസ്റൂഖ്, സേന, റിസാനി, മസ്റൂഖ്. 10. എനിക്കിപ്പം പെട്ടെന്ന് ഒരാൾ പേര് പറയാൻ വേണ്ടി പെട്ടെന്ന് പറ്റില്ല. അപ്പോൾ 10 ആളുടെ പേരും പറഞ്ഞു. അപ്പം ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാം. നമ്മളെ കൂടെ ആൾക്കാരുണ്ട് മാത്രം പോലും അവരുടെ പേര് കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക ഏറ്റവും നല്ല കാര്യമാണ്. അപ്പം ചെറിയ ചോദ്യം, ഉത്തരം പറഞ്ഞാൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം, കൂടാതെ നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം. ചോദ്യം, മലയാളത്തിലെ ഒരക്ഷരം 10 തവണ പറഞ്ഞാൽ ഒരു ഭക്ഷണ സാധനത്തിൻ്റെ പേരായി. മലയാളത്തിലെ ഒരക്ഷരം 10 തവണ പറഞ്ഞാൽ ഒരു ഭക്ഷണ സാധനമായി. മലയാളത്തിലെ ഒരക്ഷരം, മലയാളത്തിലെ ഒറ്റ അക്ഷരം. അത് 10 തവണ പറഞ്ഞാൽ തായാണോ? താ 10 തവണ പറഞ്ഞാൽ എന്തായി? തത്ത അല്ല, അത് 2 ഉള്ളൂ. 10 തവണ ആ 10 തവണ കായല്ല. അത് ഈ ഒരു ഭക്ഷണ സാധനം വേവിച്ചാൽ നമ്മൾ കഴിക്കുന്നത്. പപ്പായ അല്ല, ഇത് പപ്പായ വേവിക്കാതെ, വേവിച്ച് മാത്രമേ കഴിക്കുള്ളൂ. നമ്മൾ മനുഷ്യർ വേവിച്ച് കഴിക്കുള്ളൂ. ഒന്നിങ്ങോട്ട് വരിക ഇവിടെ അല്ലേ? അത് ഒന്ന് നോക്കട്ടെ, ഒന്നിങ്ങോട്ട് വരും. സാർ യെസ്, ഓക്കെ. ഇപ്പം നമ്മളെ ക്യാമറ എടുത്തുകൊണ്ട് ചേട്ടനാണ്. ചേട്ടൻ്റെ പേര്? മസ്റൂഖ്. ജോലി എവിടെയാ? ജോലിയൊന്നുമില്ല, ഇതെല്ലാം ഫാമിലി ആയിട്ട് കറങ്ങുക, ഇതാണ് ജോലി. പക്ഷെ മമ്മൂട്ടി എവിടെ? മമ്മൂട്ടി ഇങ്ങനെ കാണാൻ ഞാൻ നോക്കിയിരിക്കുകയാണ്. അപ്പം ചോദ്യമാണ്, മലയാളത്തിലൊരു അക്ഷരം 10 തവണ പറഞ്ഞാൽ ഒരു ഭക്ഷണ സാധനമായി. ഇത് പച്ചക്ക് മനുഷ്യർ കഴിക്കാറില്ല, വേവിച്ചേ കഴിക്കാറുള്ളൂ. എന്താണ്? കപ്പ അല്ല. കപ്പ മലയാളത്തിൽ ഒറ്റ അക്ഷരമാണ്. അത് ഞാൻ പറയാം, ഇത് വേവിച്ചേ കഴിക്കുള്ളൂ. മനുഷ്യർ ഇത് വേവിച്ചേ കഴിക്കാറുള്ളൂ. ചില പിന്നെ ഇവിടെ ഞാനത് കണ്ടിട്ടില്ല. മറ്റു ചില വലിയ വലിയ സ്വര ഒറ്റ അക്ഷരം, അതിന് കൂട്ടക്ഷരമില്ല, ചില വള്ളി ദീർഘം പുള്ളി ഒന്നുമില്ല, ഒറ്റ അക്ഷരം. മലയാളത്തിലെ ഒരക്ഷരം 10 തവണ. ഞാൻ ഒരു ക്ലൂ കൂടി കൊടുക്കട്ടെ. ടൈമിങ് നമുക്ക് 10 തവണ പറഞ്ഞാൽ ഒരു ഭക്ഷണം ഞാൻ ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഇവരുടെ കൂടെയുള്ള ബാക്കിയുള്ള നമ്മളിപ്പോൾ ഒരു 4 പേരല്ലേ ഉള്ളൂ, ബാക്കി അവശേഷിക്കുന്നതാണ്. അവരോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് ക്ലൂ തരാം. ഓക്കെ, എന്തായാലും സമ്മാനം മിക്കവാറും ഈ ഫാമിലി തന്നെ കൊണ്ടുപോകും. കാരണം 10 ആൾക്കാർ വന്നിട്ട് സമ്മാനം കൊണ്ടാതിരിക്കൂല. മമ്മൂട്ടിയുടെ വരുന്നുണ്ടോ? ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. എവിടുത്തെ മമ്മൂട്ടിക്ക് വരുന്നുണ്ട്.
ആ അതാ മമ്മൂട്ടിക്ക് ടൻ 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 ടടൻ ടടേ. വാ 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 ഇങ്ങോട്ട് വരിക. ഇതാ അങ്ങനെ മമ്മൂട്ടിക്ക് കണ്ടു. ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. മമ്മൂട്ടിക്ക് എത്തി. മമ്മൂട്ടിക്ക് നമസ്കാരം. താങ്ക് യു. സുഖല്ലേ? ഓ, ദുൽഖർ സൽമാൻ എന്ത് ചെയ്യുന്നു? ദുൽഖർ സൽമാൻ ഇപ്പോൾ ഷൂട്ടിങ്ങിലാണ്. അതെ 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 അതെ. താമസിക്കുന്ന എവിടെ ഇപ്പോൾ? താമസിക്കുന്നത് ഞാൻ സീതാറിൻ്റെ അടുത്താണ്. അടുത്താണ്. ആ. ജോലി ജോലി എറണാകുളം തന്നെയാണ്. എറണാകുളത്ത് എവിടെ? എറണാകുളം ജ്യൂസ് സ്ട്രീറ്റിൽ. ജ്യൂസ് സ്ട്രീറ്റ്. ജ്യൂസ് സ്ട്രീറ്റ്. ജ്യൂസിന്റെ പണ്ട് ജൂതന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതാണ് ജ്യൂസ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ചു കുടിക്കുന്ന ജ്യൂസാണ്. അല്ല, no, no. തെറ്റിദ്ധരിച്ചു ഞാൻ. ഞാൻ തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധാരണ. അപ്പം നിങ്ങൾ തെറ്റിദ്ധരിച്ച് എനിക്ക് മാറ്റാൻ കഴിയില്ല. മാറ്റാൻ കഴിയില്ല, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ അടുത്ത വാ 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 വാ. ആ ഉമ്മയുടെ പേരെന്താ? പേര് ആ നിങ്ങളുടെ സൗണ്ട് പേര് പറയൂ. പേര് പറയൂ. മിസ്രിയ. പേര് ആ മർജാൻ. ബാവയുടെ പേര് നൈറ. ആ ബാവയുടെ പേരെന്താ? ഓക്കെ, നമ്മൾ ഒരാൾ കൂടിയുണ്ട് ക്യാമറ എടുത്തോണ്ടിരിക്കുകയാണ്. പേര് സന. എന്ത് ചെയ്യുന്നു ഇപ്പോൾ? അപ്പം ഞാൻ വാ മമ്മൂട്ടിക്ക് വാ. നമ്മൾ നിങ്ങളുടെ ഫാമിലിയിലെ കുറച്ച് ആൾക്കാരോട് ഞാൻ ചോദ്യം ചോദിച്ചു. അപ്പോൾ അവർക്ക് കിട്ടിയില്ല. എന്നോട് മമ്മൂട്ടി വന്നാലെല്ലാം ശരിയായി തരുന്നു പറഞ്ഞിട്ട് ചോദ്യമാണ്, മലയാളത്തിലൊരു അക്ഷരം 10 തവണ പറഞ്ഞാൽ ഒരു ഭക്ഷണ സാധനമായി എങ്കിൽ ഏതാണ് ഒരക്ഷരം? മലയാളത്തിലൊരു അക്ഷരം. ആ ആ ആ ആ ആ ആ ഈ ഈ ഈ ഉ ഉ ഇറ് എ എ ഐ ഐ ഓ ഓ ഔ ഔ അം അം ആ ആ ആ അർത്ഥനെത്തി. ചോദ്യം. ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. താങ്കളുടെ പേരെന്താ? എൻ്റെ പേര് നവീൻ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ ചോദ്യം നമ്മൾ മൊത്തം ഫാമിലിയോട് പറയണേ. ആ ക്യാമറ ഇവിടെ നിന്നോളൂ. അപ്പോൾ നിങ്ങളുടെ 10 പേര് ആണ് സൈതാർ പള്ളിയിൽ നിന്ന് വന്നിരിക്കുന്നത്, പള്ളിയുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പം മമ്മൂട്ടിക്കും ഫാമിലി എല്ലാവരും ഉണ്ട്. ചോദ്യം ഇതായിരുന്നു, മലയാളത്തിലെ ഒരക്ഷരം 10 തവണ പറഞ്ഞാൽ ഒരു ഭക്ഷണ സാധനമാണ്. ഈ ഭക്ഷണ സാധനം മനുഷ്യർ പച്ചക്ക് കഴിക്കൂല, വേവിച്ച് കഴിക്കുള്ളൂ. വേവിച്ചാണ് കഴിക്കുന്നത്. അതൊരു ക്ലൂ തരാം. മലയാളത്തിലൊരു അക്ഷരം. ഈ ഞാൻ മലയാളത്തിലെന്ന് പറയുമ്പോൾ തന്നെ അതിൽ അക്ഷരമുണ്ട്. മലയാളത്തിലെന്ന് പറയുമ്പോൾ തന്നെ ആ അക്ഷരമുണ്ട്. ആ ഒരു അക്ഷരം 10 തവണ പറഞ്ഞാൽ ഞാൻ മലയാളത്തിലെന്ന് പറയുമ്പോൾ തന്നെ അതിലെ അക്ഷരമാണ്. ആ അക്ഷരം 10 തവണ പറഞ്ഞാൽ മതി. 10 തവണ ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. അതും കൂടി ക്ലൂ തരാം. മലയാളത്തിലെ ഒരക്ഷരം 10 തവണ പറഞ്ഞാൽ, മലയാളത്തിൽ ഇംഗ്ലീഷിൽ 10 തവണ പറഞ്ഞോ? ഇംഗ്ലീഷിലാണ് പറയുന്നത്. മലയാളത്തിലെ ഒരക്ഷരം ഇംഗ്ലീഷിൽ 10 തവണ പറഞ്ഞാൽ മതി. മലയാളത്തിലെ ഒരക്ഷരം ഇംഗ്ലീഷിൽ 10 തവണ വരണം. അത് ശരി. ഈ ഞാൻ മലയാളത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ ആ അക്ഷരം ഇതിനകത്തുണ്ട്. അത് ശരി. അതിൽ ഒറ്റ അക്ഷരം. യാ 10 തവണ പറഞ്ഞാൽ യാ 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 അല്ല. ടിൽ അല്ല. മലയാളത്തിലെ ഇംഗ്ലീഷിൽ എഴുതിയാൽ മലയാളത്തിന് എഴുതിയാൽ മതി. അതിലെ ഒരക്ഷരം ഇംഗ്ലീഷിൽ 10 തവണ പറഞ്ഞാൽ മതി. ഇത് ഈ ഭക്ഷണം സാധനം നമ്മൾ വേവിച്ച് കഴിക്കാറുള്ളൂ. മലയാളം എന്നുള്ള വേർഡില് അമ്മല്ല, മലയാളം എന്നുള്ള അക്ഷരത്തിൻ്റെ. അപ്പം ഒരു ക്ലൂ കൂടി കൊടുക്കാം. മലയാളം എന്നുള്ള അക്ഷരത്തിലെ നമ്മൾ ആദ്യം ഉച്ചരിക്കുന്ന അക്ഷരം ഒരു 10 തവണ ഇംഗ്ലീഷിൽ 10 തവണ പറഞ്ഞാൽ ആയി. മീനല്ല, ഏതാണ്ട് അതിൻ്റെ അടുത്ത്. അതേത് മീറ്റ്? മീറ്റ് ഏതാണ്? എന്ത് മീറ്റാ? റെഡ് മീറ്റ്. മട്ടൻ. ഗോട്ട്. മട്ടൻ. മാട്. ഉത്തരം യെസ്. അമ്മോ അങ്ങനെ. ഉത്തരം മട്ടനാണ്. മാ എന്ന അക്ഷരം 10 തവണ ഇംഗ്ലീഷ് പറഞ്ഞാൽ മാ 1, മാ 2, മാ 3, മാ 4, മാ 6, മാ 7, മാ 8, മാ 9, മട്ടൻ. അങ്ങനെ മട്ടൻ, അതായത് ആട്ടിറച്ചി, അതാണ് മട്ടൻ എന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഈ ഒരു പ്രോഗ്രാം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഫാമിലി ഒരുമിച്ച് നിർത്തിയിട്ട് ഇത്തരത്തിൽ നമ്മൾ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നത്. ആദ്യം 4 അടിപൊളി. അപ്പം വലിയൊരു സമ്മാനം ഇവിടുന്ന് എന്താ എടുക്കുക? ഓക്കെ. അപ്പം ഈ വെയിറ്റിൽ കാര്യമൊന്നുമില്ല അല്ലേ? വെയിറ്റിലൊന്നും കാര്യമില്ല. ഓക്കെ. അപ്പം
അല്ലല്ല ഈ ഒരു സമ്മാനം തരയോ അതാ അല്ല ഇത് അല്ല കൈമാറ്റം കുറച്ച് സമയം കുറച്ച് യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം ആരാ പറഞ്ഞാലായിരുന്നു അതാ ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം ഫെബ്രുവരി 14 പ്രത്യേകത വാലന്റൈൻസ് പ്രണയിക്കുന്നവരുടെ ദിവസമാണ്. വാലന്റൈൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഓർമ്മയ്ക്കുള്ള ദിവസമാണ്. അപ്പം വാലന്റൈൻസിന്റെ പ്രമാണിച്ചിട്ട് നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന ഒരു വാലന്റൈൻസ് സ്പെഷ്യൽ സമ്മാനം. ഓക്കെ എല്ലാം ഓക്കെ എല്ലാം ഓക്കെ. അപ്പോൾ ഇത് വളരെ സന്തോഷം കാണാം. താങ്ക് യു മമ്മൂട്ടി ചേട്ടാ, താങ്ക് യു വെരി മച്ച്. വീണ്ടും കാണാം. താങ്ക് യു. ഓക്കെ, അപ്പം അങ്ങനെ വളരെ രസകരമായ മറ്റൊരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാകുകയാണ്. പുതിയ ചോദ്യങ്ങൾ, പുതിയ മുഖങ്ങൾ ഒക്കെ ആയിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അടുത്ത അധ്യായത്തിൽ. അപ്പോൾ എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഗുഡ് ബൈ.